തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് നിർമ്മാണം. കൊള്ളിക്കാട് പ്രദേശത്തുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് MLA ആന്റണി ജോണിന്റെ നിരുത്തരവാദപരമായ നിലപാടുകളെ ചെയർപേഴ്സൺ അപലപിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് TU കുരുവിള കോതമംഗലം MLA ആയിരുന്നപ്പോഴാണ് തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് ഭരണം മാറി. MLA സ്ഥാനത്ത് ആന്റണി ജോൺ എത്തി. വർഷം 10 കഴിയാറായിട്ടും ബൈപ്പാസ് നിർമ്മാണം ഒന്നുമായിട്ടില്ല. കൊള്ളിക്കാട് പ്രദേശത്ത് വർഷങ്ങളായി സ്ഥിരതാമസക്കാരായ 40ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ ഇടിച്ചു താഴ്ത്തി. അതോടെ ജനങ്ങളുടെ ഇതുവഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പരിങ്ങലിലായി. ജനങ്ങൾ അക്കാലത്ത് പലവട്ടം നഗരസഭയിൽ പരാതി നൽകിയിട്ടും പരിഗണിക്കപ്പെട്ടു. MLAയുടെ മുൻപാകെ നൽകിയ പരാതികളും അവഗണിക്കപ്പെട്ടു എന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിൽ പുതിയ ഭരണസമിതി ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കാനായി റോഡിന്റെ തടസ്സപ്പെട്ട ഭാഗത്തെ നിർമ്മാണം സത്വരഗതിയിൽ പൂർത്തിയാക്കാൻ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭയിൽ 17/1/2026 73 പേര് ഒപ്പിട്ട ഒരു പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. ആ സ്റ്റോപ്പ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത് 75 മീറ്റർ സ്ഥലം മാത്രമാണ് ഞങ്ങൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പരാതി കിട്ടിയപ്പോൾ അവരുടെ ആളുകളും ഞങ്ങളുടെ വൈസ് ചെയർമാൻ, ഞാൻ, സെക്രട്ടറി എല്ലാവരും കൂടി ഇരുന്നു. സ്പോട്ട് പരിശോധന നടത്തിയപ്പോൾ പഴയ 3 അടി വീതിയുള്ളൊരു റോഡ് അവിടെയുണ്ട്. ആ 3 അടിയിലുള്ള റോഡിൽക്കൂടെയാണ് അവർ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈപ്പാസിൻ്റെ പണി വന്നുകൊണ്ട് അവർക്കതിനകത്തേക്ക് മറ്റ് രീതികളിലേക്ക് വഴി തടസ്സങ്ങൾ വന്നുകൊണ്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് അവർ നടന്നു പോകുന്ന വഴിയും കൂടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് എടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞ് 73 പേരൊപ്പിട്ട ഒരു പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടി ആലോചിച്ചാണ് ഈ 75 മീറ്റർ മാത്രം സ്ഥലത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്. കൊള്ളിക്കാട് പ്രദേശത്തുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചതായും ചെയർപേഴ്സൺ പറഞ്ഞു. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇക്കാലം അത്രയും MLA ആന്റണി ജോൺ കൈക്കൊണ്ട നിരുത്തരവാദപരമായ നിലപാടുകളെ ചെയർപേഴ്സൺ അപലപിച്ചു. പക്ഷേ MLA ഇതിൽ കണ്ട് ഇതിന് അവിടെ നിന്ന് തന്നെ ആളുകൾ MLAയുടെ അടുത്ത് വീട്ടിൽ പോവുകയും ഈ കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കിട്ടണം, വഴി മാറ്റാൻ പറ്റില്ല, ഞങ്ങളുടെ പഴയ വഴിയാണ് എന്നെല്ലാം പറയുകയും MLA അതിനാ ചെയ്യാം എന്ന് പറയല്ലാണ്ട് വേറെ ഒരു മറുപടിയും അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെ വളരെ തീക്ഷ്ണമായി മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയം കളക്ട്രേറ്റിൽ വരെ ചെന്നു. കളക്ടർ എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഞങ്ങൾ വികസന സമിതി കൊടുക്കുമ്പോൾ കോതമംഗലം ചെയർപേഴ്സൺ എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന വിഷയങ്ങളുണ്ട്, അവരുടെ വീടും സ്ഥലങ്ങളും എല്ലാം ഭിത്തിയൊക്കെ പുണ്ട് കയറി ടെൽമ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ വീടും നടക്കലും ഗേറ്റും എല്ലാം പോയി. അപ്പോൾ അങ്ങനെ പല വീടുകളിലും ക്ഷതം സംഭവിച്ചു. പക്ഷേ ഇതിനെ കുറിച്ച് MLAയോട് ആരായുമ്പോൾ MLA ഒരു മറുപടിയും പറയാത്ത ഒരവസരത്തിലാണ് പിന്നീട് അവർ ഇതിലേക്ക് വന്നത്, ഈ പരാതി തരാൻ വന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് കളക്ടർ പറഞ്ഞു, എങ്ങനെ പരിഹാരം കാണാം ചെയർപേഴ്സൺ എന്ന് ചോദിച്ചപ്പോൾ MLAനെ സമീപിക്കുന്ന ആളുകളും MLAയും അതുപോലെ തന്നെ PWDയുടെ എഞ്ചിനീയർ, ഞങ്ങളുടെ മുനിസിപ്പൽ എഞ്ചിനീയർ, ഞങ്ങളുടെ ഭരണസമിതിയിലുള്ള ആളുകളും കൂടി ഒന്നിച്ചിരുന്ന് ഒരു ചർച്ച നടത്തിയിട്ട് ഇതിന് പരിഹാരം കാണാൻ കഴിയും. കാരണം അവർക്ക് ഇത്രയും നഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് വഴിയും വേണം, അവരുടെ വീടിന് സുരക്ഷിതത്വം വേണം, അവരുടെ ജീവന് സുരക്ഷിതത്വം വേണം. അതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി ടീച്ചർക്കൊപ്പം വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജിജോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ്, കൗൺസിലർ ജാൻസി മാത്യു എന്നിവരും പങ്കെടുത്തു. കോതമംഗലത്ത് തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കാത്തതെന്ന് വ്യാപകമായിട്ട് ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം 19-ാം വാർഡിൽ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകളായിട്ട് അവർ ഏകദേശം 75ഓളം കുടുംബത്തിൽപ്പെട്ട ആളുകൾ, 75 കുടുംബം എന്ന് പറയുന്നത് ഏകദേശം 300ഓളം ആളുകളുണ്ട്. അവർ 3 പതിറ്റാണ്ട് കാലമായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന മുനിസിപ്പൽ റോഡ് ഈ ബൈപ്പാസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അത് അരിഞ്ഞെടുത്ത് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു
അവസ്ഥ അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ പ്രദേശത്തുള്ള ആളുകൾ വലിയ പരാതിയായിട്ട് റിട്ടേൺ പരാതിയായിട്ട് നഗരസഭാ സെക്രട്ടറിയെയും നഗരസഭയുടെ ചെയർപേഴ്സണെയും ഭരണസമിതിയെയും സമീപിച്ചു. അതോടൊപ്പം തന്നെ അവർ സ്ഥലം MLAയും ഇത്തരത്തിലുള്ള പരാതിയായിട്ട് സമീപിക്കുകയുണ്ടായി. ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് നഗരസഭാ സെക്രട്ടറി. അദ്ദേഹത്തിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെ ആ പ്രസ്തുത പരാതിക്ക് ഇടം നൽകിയ പ്രദേശത്തേക്ക് പറഞ്ഞു വിടുകയും അതിനെന്താണ് പരിഹാരമെന്ന് ആരായുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ റോഡ് 1994 നഗരസഭ ആക്ട് അനുസരിച്ച് ഇത്തരത്തിലുള്ള വേറെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കണമെങ്കിൽ നഗരസഭാ കൗൺസിലിൻ്റെയും അതുവഴി മുനിസിപ്പൽ സെക്രട്ടറിയുടെയും അനുമതി ആവശ്യമാണ്. ആ അനുമതി ഒന്നും വാങ്ങാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ ആളുകൾക്ക് ഇത്തരത്തിലുള്ള റോഡ് പുനർനിർമ്മിച്ച് നൽകണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ PWD AXനെ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അവർ അത്തരത്തിൽ ഉറപ്പ് നൽകാത്തതിൻ്റെ പേരിലാണ് ഒരു സ്റ്റോപ്പ് മെമ്മോ മുനിസിപ്പൽ സെക്രട്ടറി കൊടുത്തത്. നിയമപരമായിട്ട് അത്തരത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നഗരസഭയുടെ സെക്രട്ടറി അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയില്ല. കാരണം അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിയോഗിച്ചുള്ള ഉദ്യോഗസ്ഥൻ നിലയ്ക്ക് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമല്ലാതെ മറ്റൊരു കാര്യം ചെയ്തില്ല. ഇവിടെ ബഹുമാനപ്പെട്ട MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നഗരസഭയ്ക്ക് യാതൊരുവിധ അധികാരമില്ലാതെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു എന്നുള്ളതാണ്. എങ്കിലും സ്വാഭാവികമായിട്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. കാരണം ഇല്ലാത്ത അധികാരം അദ്ദേഹം സ്വീകരിച്ചെങ്കിലും പിന്നീട് ഈ ബൈപ്പാസ് നിർമ്മാണം ഇത്തരത്തിലുള്ള ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കളക്ടർക്ക് പരാതി കൊടുക്കുകയും കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുകയും MLAയും ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയൊക്കെയുണ്ടായി. അതിനുശേഷം ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്നും മറ്റ് സർക്കാർ ഫണ്ടിൽ നിന്നും ഇത്തരത്തിലുള്ള ആളുകളെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു മേൽപ്പാലം നിർമ്മിച്ച് അവർക്ക് വീണ്ടും ഒരു ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാമെന്ന് രേഖാമൂലം കത്തുകളുണ്ടായി. അങ്ങനെ ജില്ലാ കളക്ടർക്ക് ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ കത്ത് കൊടുത്തു. ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നഗരസഭ ഓഫീസിൽ വന്ന് നഗരസഭാ സെക്രട്ടറിയെയും നഗരസഭാ ചെയർപേഴ്സണെയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയും ഇത്തരത്തിലുള്ള ഒരു പരിഹാരം അവർ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് പോകണമെന്നുള്ള സതുദ്ദേശം നഗരസഭാ കൗൺസിൽ ഉള്ളതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പരിഹാരം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പ് രേഖാമൂലം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നഗരസഭാ കൗൺസിൽ നൽകിയിട്ടുള്ള സെക്രട്ടറി നൽകിയിട്ടുള്ള ആ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഞങ്ങളിപ്പോൾ തയ്യാറായത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.